തിരുവനന്തപുരം നഗരൂരിൽ മിസോറാം സ്വദേശിയായ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥി കുത്തേറ്റു മരിച്ചു. കമലേഷ് തെക്കേക്കാട് ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. കമലേഷ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. പറഞ്ഞു തുടങ്ങുന്നത് ഒരു ദുരന്ത വാർത്തയിലേക്കാണ്. വിദ്യാർത്ഥികൾ തമ്മിലുണ്ടായ ഒരു വഴക്ക് ഒരു കത്തിക്കുത്തിലേക്ക് കലാശിക്കുന്നു, ഒരു വിദ്യാർത്ഥി മരണപ്പെടുന്നു. എന്താണ് പോലീസ് ഇത് സംബന്ധിച്ച് നൽകുന്ന വിശദാംശങ്ങൾ? ഏത് രീതിയിലാണ് ഇവരുടെ ഇടയിൽ ഒരു തർക്കം രൂപപ്പെട്ടത്, അതൊരു കത്തിക്കുത്തിലേക്ക് കലാശിച്ചത്? വിനിഷ, തിരുവനന്തപുരത്തെ രാജധാനി എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥികൾ തമ്മിലാണ് ഒരു സംഘർഷം ഇന്നലെ രാത്രി 11 മണിയോടുകൂടി ഉണ്ടായിട്ടുള്ളത്. ഇതിൽ ബിടെക് 4ാം വർഷ വിദ്യാർത്ഥിയായിട്ടുള്ള വാലന്റൈനാണ് കൊല്ലപ്പെട്ടത്. 23 വയസ്സാണ് ഇയാൾക്കുള്ളത്. ഇയാൾ മിസോറാം സ്വദേശിയാണ്. ഈ തർക്കമുണ്ടായ വിദ്യാർത്ഥികൾ ഇവർ രണ്ടുപേരും മിസോറാം സ്വദേശികൾ തന്നെയാണ്. ഇതിലിപ്പോൾ ഈ കുത്തിയത്, ഇയാളെ കുത്തിയ ഈ വിദ്യാർത്ഥിയെ കുത്തിയത് ലല്ലം സ്വാല എന്ന് പറഞ്ഞ മിസോറാം സ്വദേശി തന്നെയായിട്ടുള്ള ഇയാളുടെ സുഹൃത്താണ്. ഇവർ ഇന്നലെ രാത്രിയോടുകൂടി ഒരുമിച്ച് മദ്യപിക്കുകയായിരുന്നു. ഇതിനിടയിൽ ഉണ്ടായിട്ടുള്ള ഒരു തർക്കത്തിൻ്റെ ഭാഗമായാണ് തമ്മിൽ ഒരു അടിപിടി ഉണ്ടാവുന്നത്. ഈ അടിപിടിക്കിടെ ഈ ലല്ലം സ്വാല വാലന്റൈനെ കൊത്തുകയായിരുന്നു. രാത്രി 11 മണിയോടുകൂടിയാണ് ഈ സംഭവം ഉണ്ടായിട്ടുള്ളത്. ഉടൻ തന്നെ ഈ വാലന്റൈനെ അടുത്തുള്ള സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. ഇന്നലെ തന്നെ മരണപ്പെടുകയായിരുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഏതായാലും പോലീസ് ഈ വിഷയത്തിൽ ഇപ്പോൾ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഏത് സാഹചര്യത്തിലാണ് ഇങ്ങനെയൊരു പ്രശ്നമുണ്ടായത്? ഇവർ ഈ കോളേജിൽ, രാജധാനി എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കുകയാണെങ്കിൽ പോലും കോളേജിൻ്റെ ഹോസ്റ്റലിലല്ല ഇവർ താമസിക്കുന്നത്. പുറത്ത് റൂമെടുത്താണ്, മുറിയെടുത്താണ് രണ്ടുപേരും താമസിക്കുന്നത്. ഇവർ തമ്മിലുണ്ടായ മദ്യപിക്കുന്നതിനിടെ ഉണ്ടായ ഒരു തർക്കത്തെ തുടർന്നാണ് ഈ കൊലപാതകം എന്നാണ് പോലീസ് പ്രാഥമികമായി നൽകുന്ന വിവരം. ഏതായാലും കേസെടുത്ത് വിശദമായ അന്വേഷണത്തിലേക്ക് പോലീസ് കടക്കുകയാണ്. വിനിഷ, അപ്പോൾ അവർ രണ്ടുപേരും മാത്രമേ ആ സംഭവ സ്ഥലത്ത് ഉണ്ടായിരുന്നുള്ളൂ, അല്ലെങ്കിൽ ഒരു മരിക്കാൻ ഉതകുന്ന രീതിയിലേക്ക് ആ സാഹചര്യം വഷളാവുമ്പോൾ പിടിച്ചു മാറ്റാനൊന്നും അവിടെ ആരും ഉണ്ടായിരുന്നില്ലേ കമലേഷ്? അത് സംബന്ധിച്ച് ഏതെങ്കിലും തരത്തിലുള്ള വിശദീകരണം പോലീസ് നൽകുന്നുണ്ടോ? വിനിഷ, പ്രാഥമികമായി നമ്മൾ ആ നിലയിൽ തന്നെയാണ് മനസ്സിലാക്കുന്നത്. അതായത് ഇവർ രണ്ടുപേർ മാത്രമാണ് ഉണ്ടായിരുന്നത്. മുറിയിൽ വെച്ചാണ് ഈ തർക്കം ഉണ്ടായത് എന്നാണ് പ്രാഥമികമായി പോലീസും നൽകുന്ന വിവരം. ഈ മുറിയിൽ മറ്റാരും ഉണ്ടായിരുന്നില്ല എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ഇവർ രണ്ടുപേരും തമ്മിൽ ഒരുമിച്ച് വൈകിട്ട് മദ്യപിക്കുകയായിരുന്നു. ഇതിനിടെ ഉണ്ടായിട്ടുള്ള ഒരു തർക്കമാണ് ഇവരെ ഒരു തർക്കത്തിലേക്ക് കലാശിക്കുകയും ഒരു അടിപിടി ഉണ്ടാവുകയും ചെയ്തു. പക്ഷേ പിടിച്ചു മാറ്റാൻ ആരും ഉണ്ടായിരുന്നിരിക്കില്ല എന്നുള്ളതാണ് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. അല്ലെങ്കിൽ ഒരു കത്തിക്കുത്തിലേക്കൊന്നും കാര്യങ്ങൾ പോകുമായിരുന്നില്ല, മറ്റാരും ഉണ്ടായിരുന്നില്ല. ആ തർക്കം ഒരു കത്തിക്കുത്തിലേക്ക് പോവുകയായിരുന്നു. പിന്നീട് അടുത്തുള്ള ആളുകളൊക്കെ തന്നെ എത്തിയാണ് ഈ വാലന്റൈനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ ആശുപത്രിയിൽ എത്തിക്കുന്നതിന് മുൻപ് തന്നെ മരണപ്പെട്ടു എന്നാണ് ലഭിക്കുന്ന വിവരം. ശരി കമലേഷ്, തിരുവനന്തപുരം നഗരൂരിൽ മിസോറാം സ്വദേശിയായ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥി കുത്തേറ്റു മരിച്ചു. വിദ്യാർത്ഥികൾ തമ്മിലുണ്ടായ മദ്യപാനത്തിനിടയിൽ ഉണ്ടായ തർക്കമാണ് ഇത്തരത്തിലൊരു കത്തിക്കുത്തിലേക്ക് കലാശിച്ചത്. കമലേഷ് തെക്കേക്കാടാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്.